ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോഫ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നേരത്തെ ഞാൻ ഹോട്ടലിൽ കിട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് കപ്പിയൊന്നും കാച്ചാതെ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml കപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇഡലി അരിയാണ്. ഇഡലി അരിയോ പച്ചരിയോ എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇഡലി അരി എടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പത്തിന്. അപ്പം നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 5 മണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കാം കേട്ടോ. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുകയാണ്. അവലില്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് ചേർക്കാം, പക്ഷെ അവൽ ചേർക്കുമ്പോൾ ഉള്ള അതേ സോഫ്റ്റ്നെസ് കിട്ടില്ല കേട്ടോ. 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് തന്നെ ചേർത്തത്. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിന് ശേഷം മാത്രം ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടി പോവരുത്. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 8 മണിക്കൂറെങ്കിലും എടുക്കും നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇപ്പം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കലക്കിയെടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർക്കരുത്, ഈ സമയത്ത് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് അപ്പച്ചട്ടി ചൂടാക്കി തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ചട്ടി നല്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചുറ്റിച്ച് വയ്ക്കുക. ഇനി അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നോക്കുക, വെന്തിട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇതുപോലെ തന്നെ അടുത്തതും ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇതുവരെ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഒരു വിരൽ കൊണ്ട് മുറിക്കുമ്പോൾ തന്നെ എന്ത് സോഫ്റ്റായിട്ട് വരുന്നെന്ന് നോക്കിയേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.